പ്രൈസ് ദി ലോർഡ്. ലോകമെമ്പാടും ഞങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും പുതിയ മാസത്തിലേക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ എല്ലാ കുടുംബങ്ങളുടെ മേലും ഈ മാസം ദൈവം പകരട്ടെ. പ്രത്യേകിച്ച് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം തുടങ്ങുമ്പോൾ യേശു തെരഞ്ഞെടുത്ത 70 ശിഷ്യന്മാരെ ഈ 2 പേരായിട്ട് തനിക്ക് മുമ്പായിട്ട് യേശു ചെല്ലുവാനുള്ള പട്ടണങ്ങളിലേക്ക് അയക്കുന്നത് കാണുവാൻ കഴിയും. അയക്കുന്നതിന് മുമ്പേ അവരോട് പറയുകയാണ്, കൊയ്ത്തോ ഏറെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് പിതാവിന് വേണ്ടി അപേക്ഷിക്കട്ടെ, കൊയ്ത്തിന്റെ വേലക്കാർക്കു വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ. ഈ സമയം ഒരു അസാധാരണ ആത്മീയ ഉണർവിന്റെ സമയമാണ്. ആത്മീയ ഉണർവ് നടക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നോ, ഭൗതിക മേഖലയിലാണോ, നിങ്ങളുടെ ബിസിനസ് മേഖലയിലാണോ, നിങ്ങളുടെ ഫാമിലിക്കകത്താണോ, നിങ്ങൾ എവിടാണ് പൈശാചിക മേഖലകൾ ബന്ധിച്ചിട്ടിരിക്കുന്നത്, രോഗികളായിട്ടാണോ, ഏത് മേഖലയാണെങ്കിലും ആത്മീയ ഉണർവ് ഒരിടത്ത് നടക്കുന്നുണ്ടെങ്കിൽ പൈശാചിക ബന്ധനങ്ങൾ അവിടുന്ന് അഴിഞ്ഞിരിക്കും, രോഗികൾ സൗഖ്യമായിരിക്കും, ഭൂതങ്ങൾ അലറിയോടും. ആമീൻ. കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ പണിയപ്പെടും. ആമീൻ. അതാണ് ഉണർവിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. സാമ്പത്തിക മേഖലകളിൽ നിങ്ങളിൽ ഒരു വർധനവുണ്ടാകും. നിങ്ങൾ ഇതുവരെ പരാജയപ്പെട്ട് തകർന്നു കിടന്നവരാണെങ്കിൽ ഈ ഒരു പുതിയ മാസത്തിൽ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. യേശു പറയുകയാണ്, ആമേ, കൊയ്ത്തോ ഏറെയുണ്ട്. നമ്മുടെ ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ അസാധാരണമേറിയ ഒരു ആത്മീയ കൊയ്ത്തിന്റെ സീസണാണിത്. ആ വലിയ ആത്മീയ ഉണർവിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എഴുന്നേൽക്കാം. കൂട്ടക്കണക്കിന് ജനം രക്ഷിക്കപ്പെടുകയും കൂട്ടക്കണക്കിന് ജനം സ്നാനപ്പെടുകയും ആമീൻ സഭകളൊക്കെ ആത്മാക്കളെ കൊണ്ട് നിറയുകയും പുതിയ സ്ഥലങ്ങളിൽ വേലസ്ഥലങ്ങൾ ആരംഭിക്കുകയും ആമീൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ആമീൻ ടൈം അടുത്തുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ലോക സംഭവങ്ങളിൽ കൂടി പലതിൽ കൂടി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ വല്ലാത്തൊരു തലമുറ പാപത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആമീൻ ദൈവത്തിന്റെ കൃപ മറുഭാഗത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് വലിയ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്നു. ആ ഉണർവിലേക്ക് നിങ്ങളെയും വിളിക്കുന്നു. നമുക്കൊരുമിച്ച് കൊയ്ത്തിനായി കർത്താവിന്റെ വയലിലേക്ക് ഇറങ്ങാം. വലിയ കൊയ്ത്ത് ഈ തലമുറയിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. അസാധാരണ ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. യേശു കർത്താവ് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു കർത്താവ് അയച്ചെങ്കിൽ മാത്രമേ കുഞ്ഞാടുകളെ പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ ചെന്ന് യേശുവിനെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ നാളുകളിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഇതൊരു ഉണർവിന്റെ സീസണാണ്. ഈ സീസണിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ആ ഉണർവിന് വേണ്ടി വിട്ടുകൊടുക്കാം. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവേ, യേശുവിൻ നാമത്തിൽ ജനത്തെ ഞാൻ ആത്മാവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാരതത്തിൽ നടക്കുന്ന അസാധാരണ എൻഡ് ടൈം റിവൈവലിന് വേണ്ടി ഈ എന്നെ കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ് ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് അവിശുദ്ധ കുടുംബങ്ങളെ ദൈവം ഉപയോഗിക്കണം. തളർന്നും തകർന്നും ഇരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ ദൈവം ശാക്തീകരിക്കണമേ. ഈ പുതിയ മാസം അസാധാരണ ഒരു ദൈവപ്രവൃത്തിയുള്ള മാസമാക്കി ദൈവം ഈ ജനത്തിന് വേണ്ടി മാറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപ പകരും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ.